ഹായോ, എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരള PSC ഡിഗ്രി ലെവൽ എക്സാം ഇപ്പോൾ വരാനിരിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നിങ്ങളിൽ പലരും എഴുതുന്ന എക്സാം തന്നെയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലേ? അപ്പോൾ ഇതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് അതാണ് യൂണിയൻ ബഡ്ജറ്റ്. അപ്പോൾ 2025-26 കാലയളവിലേക്കുള്ള ബഡ്ജറ്റ് ആണ് ഇത്തവണ ഫെബ്രുവരി 1, 2025 നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കേരള PSCയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ട ചില കണ്ടന്റുകളുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കത് ഒന്ന് ടേക്കപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് എം ഫേവർ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിന്റെ തീമിനെ കുറിച്ചാണ് ആദ്യത്തെ പോയിന്റ്. സോ ഇറ്റ് വാസ് ഫ്രെയിംഡ് അറൌണ്ട് ദ തീം സബ്കാ വികാസ്. അതായത് ഓൾ ഓവർ ഇന്ത്യ എല്ലാ റീജിയൻസിന്റെയും ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിന്റെ ഫോക്കസ്ഡ് തീം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്കാ വികാസ് എന്നാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് അക്രോസ് ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ എല്ലാ റീജിയൻസിനും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് എൻഷുർ ചെയ്യുന്നത്. ഇനി ഈ ഒരു ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് 1 ഫെബ്രുവരി 2025. യൂണിയൻ ബഡ്ജറ്റ് എപ്പോഴും ഫെബ്രുവരി 1 പ്രസന്റഡ് ബൈ ദ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. മാത്രമല്ല ഈ ഒരു ബഡ്ജറ്റിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പ്രസിദ്ധ തെലുങ്ക് പോയറ്റായ ഒരു വ്യക്തിയുടെ ഒരു റൈറ്റിംഗ് കോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അന്തരിച്ചു പോയ വളരെ റിനൗൺഡ് ആയിട്ടുള്ള ഒരു തെലുങ്ക് പോയറ്റാണ്. ഓക്കെ, ഗുരജാദ അപ്പാറാവു. ഓക്കെ, അപ്പോൾ അയാളുടെ സെയിങ്സ് എന്ന് പറയുന്നത് എ കൺട്രി ഈസ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് സോയിൽ, എ കൺട്രി ഈസ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് സോയിൽ, എ കൺട്രി ഈസ് ഇറ്റ്സ് പീപ്പിൾ. അതായത് ഒരു പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കോട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് തെലുങ്ക് പോയിട്ടിന്റെ ആണ്? ഗുരജാദ അപ്പാറാവ്. ഓക്കെ, എ കൺട്രി ഈസ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് സോയിൽ, എ കൺട്രി ഈസ് ഇറ്റ്സ് പീപ്പിൾ എന്നുള്ള ഒരു കോട്ടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ബഡ്ജറ്റില് കീ എൻജിൻസ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് 4 കൊടുത്തിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻജിൻ 1 എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വെഹിക്കിളിന്റെ എൻജിനാണ് അതിനെ മുന്നോട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ജീവന്റെ, അല്ലെങ്കിൽ അതിന്റെ ഒരു നിലനിൽപ്പിന്റെ തന്നെ ആധാരം അല്ലെ? അപ്പോൾ നമ്മൾ ഇവിടെ ഈ ബഡ്ജറ്റിൽ പറയുന്നത് നമ്മുടെ ഗ്രോത്തിന്റെ ആധാരം അഥവാ അടിസ്ഥാനം, ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത് 4 4 എൻജിൻസ് ആണ്. എൻജിൻ 1 എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, എൻജിൻ 2 എന്ന് പറയുന്നത് MSME, എല്ലാവർക്കും അറിയാം മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ്, എൻജിൻ 3 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, എൻജിൻ 4 എന്ന് പറയുന്നത് എക്സ്പോർട്സ് ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതായത് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന 4 എൻജിൻസ് ഓഫ് ഗ്രോത്ത് ഏതൊക്കെയാണ് എന്നുള്ളത്. എൻജിൻ 1 എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, എൻജിൻ 2 എന്ന് പറയുന്നത് MSME അഥവാ മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ്, എൻജിൻ 3 ഇൻവെസ്റ്റ്മെന്റ്, എൻജിൻ 4 എക്സ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോയിന്റുകളൊന്ന് സൂക്ഷിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിൽ പുതുതായിട്ട് അവതരിപ്പിക്കപ്പെട്ട സ്കീമാണ് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന. അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീം തന്നെയാണ്. ഇറ്റ് ഈസ് എ ന്യൂലി അനൗൺസ്ഡ് ഇനിഷ്യേറ്റീവ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ടു ബൂസ്റ്റ് ദി അഗ്രികൾച്ചർ സെക്ടർ. എന്താണ് പ്രൈം മിനിസ്റ്റർ അഥവാ PM ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയും. ഓക്കെ, ഇറ്റ് എയിംസ് ടു മോഡേണൈസ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ ഫാമേഴ്സ്. അതായത്
ഫാമിംഗ് മെത്തേഡ്സിനെ ഒന്ന് മോഡേണൈസ് ചെയ്യുക, അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഈ ഫാമേഴ്സിന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഇറ്റ് വിൽ പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ by incorporating technologically driven solutions to support റൂറൽ ലൈവ്ലിഹുഡ്സ്. പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ പലപ്പോഴും എന്താ പറയുക, ഒന്നെങ്കിൽ ഡ്രോട്ട് അല്ലെങ്കിൽ ഫ്ലഡ് കാരണം കാര്യമായിട്ട് നശിച്ചു പോകുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ അഗ്രികൾച്ചറിന്റെ ഏറ്റവും വലിയ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും നിലനിന്ന് പോകുന്ന തരത്തിലുള്ള ഒരു അഗ്രികൾച്ചർ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ടാർഗറ്റ്സ് 100 districts ഐഡന്റിഫൈഡ് വിത്ത് ലോ പ്രൊഡക്ടിവിറ്റി. നിലവിൽ ലോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലോ പ്രൊഡക്റ്റീവ് അഗ്രികൾച്ചർ നിലനിൽക്കുന്ന 100 ജില്ലകൾ, അതുപോലെ തന്നെ മോഡറേറ്റ് ക്രോപ്പ് ഇന്റൻസിറ്റി ആൻഡ് ബിലോ ആവറേജ് ക്രെഡിറ്റ് അവൈലബിലിറ്റി. സോ ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ ഇത് ടാർഗറ്റ് ചെയ്യുന്നത് 100 ജില്ലകളെയാണ്, ഓൾ ഓവർ ഇന്ത്യ 100 districts. It is expected to benefit approximately 1.7 crore farmers nationwide. ഇന്ത്യ ഒട്ടാകെ 1.7 crore 1.7 കോടി കൃഷിക്കാരെ ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ രക്ഷപ്പെടുത്താനാകുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് ഉള്ളത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ സെക്ടർ ബൂസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ 100 ലോ പ്രൊഡക്റ്റീവ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാമിംഗ് വളരെ പിന്നോക്കം നിൽക്കുന്ന ഫാമിംഗ് ടെക്നിക്സ് ഒക്കെ വളരെ പിന്നോട്ട് നിൽക്കുന്ന ട്രഡീഷണൽ ഫാമിംഗ് ടെക്നിക്സ് ഒക്കെ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അവിടങ്ങളിൽ മോഡേൺ ടെക്നിക്സ് കൊണ്ടുവന്ന് അല്ലെ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അടയാളപ്പെടുത്തുക. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ അഥവാ PM ധൻ ധാന്യ കൃഷി യോജന കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അല്ലെ. UPSC ലെവൽ ചോദ്യമായിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് UPSCയുടെ ഒരു 10 years ബാക്ക് സിവിൽ സർവീസ് പ്രിലിംസ് എക്സാം ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1998. ലോഞ്ച് ചെയ്യാൻ കാരണമായത് ഒരു കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. RV ഗുപ്ത കമ്മിറ്റി എന്ന് പറയും. ഓക്കെ, സോ RV ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് കൊണ്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് 1998 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഫാമേഴ്സിന് അവരുടെ എന്താ പറയുക അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് സീഡ്സ് വാങ്ങണം, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താ പറയുക ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലോൺസ് റേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ലോൺസ് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ഒരു കാർഡാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇപ്പോഴത്തെ ലിമിറ്റ് ഇറ്റ് വാസ് ഇൻക്രീസ്ഡ് ഫ്രം ₹3 lakh to ₹5 lakh. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഈ പറയുന്ന ബാങ്കുകളിൽ നിന്നും എത്ര രൂപ വരെ ലോണ് അല്ലെങ്കിൽ വായ്പയായിട്ട് ലഭിക്കും? ₹5 lakh വീതം വായ്പയായിട്ട് കിട്ടും. മാക്സിമം ₹5 lakh. അപ്പോൾ ശ്രദ്ധിക്കണം, 3 lakhൽ നിന്നും 5 lakhലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫാമിംഗ് സംബന്ധിച്ച് ലോൺ റേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സും മറ്റുമൊക്കെ 5 lakh വരെ ലോണ് ഫാമറിന് പ്രൊവൈഡ് ചെയ്യും. അടുത്ത ചോദ്യം നോക്കിയേ, നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ. ഓക്കെ, ഈ ഒരു ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ടോയ് മാനുഫാക്ചറിംഗ് സെക്ടർ. അതായത് ഇപ്പോൾ നമുക്ക് ടോയ്സ് ഒരുപാട് മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ ഒരുപാടൊക്കെ വരുന്നുണ്ട് അല്ലെ. സോ മേക്ക് ഇൻ ഇന്ത്യയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടോയ് മാനുഫാക്ചർ സെക്ടറിനെ ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റണമെന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ മേക്ക് ഇൻ ഇന്ത്യയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ അഥവാ NMM അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ വാസ് അനൗൺസ്ഡ് ഇൻ വിച്ച് യൂണിയൻ ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025-26. ഓക്കെ, അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് 1 February 2025 ആണ്. നമുക്കറിയാം 2025-26 എന്ന് പറയുമ്പോഴേക്കും ഈ പറയുന്ന April 1 ആരംഭിച്ച് March 31 അവസാനിക്കുന്നതാണ്. ഓക്കെ, April 1, 2025 അവസാനിച്ച് March 31
2027 അവസാനിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലയളവിലേക്കുള്ള ബഡ്ജറ്റാണ് ഫെബ്രുവരി 1, 2025 പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മിഷനാണ് മിഷൻ ലോഞ്ച്ഡ് ഫോർ മോഡേണൈസിങ് ലാൻഡ് റെക്കോർഡ്സ് ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ ഇപ്പോൾ അർബൻ ഏരിയ ലാൻഡ് റെക്കോർഡ്സ് ഒക്കെ ഒന്ന് മോഡേണൈസ് ചെയ്യണം അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ആക്കണം എന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പുതിയ ഒരു മിഷൻ കൂടി ഈ ഒരു ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നാഷണൽ ജിയോസ്പേഷ്യൽ മിഷൻ എന്ന് പറയും, നാഷണൽ ജിയോസ്പേഷ്യൽ മിഷൻ. ഇനി അടുത്തൊരു മിഷൻ കൂടി നിങ്ങൾ പരിചയപ്പെടണം. ഇതും നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചതാണ്. ഓക്കെ, ശരി. ഓക്കെ, സോ മിഷൻ ലോഞ്ച്ഡ് ഫോർ കൺസർവേഷൻ, ഡിജിറ്റൈസേഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഏൻഷ്യൻ ഇന്ത്യൻ മാനുസ്ക്രിപ്റ്റ്സ്. അപ്പോൾ ഇന്ത്യൻ മാനുസ്ക്രിപ്റ്റ്സ് ഇപ്പോൾ അതിനെ കൺസർവ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പുതിയ ഒരു മിഷൻ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മാനുസ്ക്രിപ്റ്റ്സിനെ കൺസർവ് ചെയ്യുക, ഓക്കെ, അതിനെ എല്ലാം തന്നെ ഡിജിറ്റലൈസ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്യാൻ ഭാരതം മിഷൻ എന്ന പുതിയ മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഗ്യാൻ ഭാരതം മിഷൻ. ഓക്കെ, അങ്ങനെ 3 മിഷനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ, നാഷണൽ ജിയോസ്പേഷ്യൽ മിഷൻ, അത് അർബൻ ഏരിയസ് ആണ്, റൂറൽ അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ജിയോസ്പേഷ്യൽ മിഷൻ ഫോക്കസ്ഡ് ഓൺലി ഇൻ അർബൻ ഏരിയാസ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്യാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ ഓർഡർ ടു ഡിജിറ്റലൈസ് ഓർ ഇൻ ഓർഡർ ടു കൺസർവ് ഇന്ത്യൻ മാനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ, ഇനി ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDI ലിമിറ്റ്, അത് ഇൻഷുറൻസ് സെക്ടറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതും UPSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഉള്ള ചോദ്യമാണ്. ഏതെങ്കിലും ഒരു സെക്ടറിൽ FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ഇൻക്രീസ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് ചോദ്യമാണ്. 74% നിന്നും 100%. അപ്പോൾ ഇന്നിപ്പോൾ 100% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഏത് സെക്ടറിൽ പോസിബിൾ ആണ്? ഇൻഷുറൻസ് സെക്ടറിൽ പോസിബിൾ ആണ്. സോ നമ്മൾ ഒരുപാട് അതർ നേഷൻസിലുള്ള ആളുകളൊക്കെ നമ്മുടെ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി കീ എൻജിൻസ് ആണ് അല്ലെ. 4 എൻജിൻസിൽ ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് MSME, 3 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, 4th എന്ന് പറയുന്നത് എക്സ്പോർട്ട്. ഇത് 4മാണ് കീ എൻജിൻസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂ ഇൻഡെക്സ് ഡെവലപ്ഡ് ബൈ നീതി ആയോഗ് ദാറ്റ് വിൽ റാങ്ക് സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് എഫിക്കസി. അതായത് എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉയർത്താൻ സാധിക്കും എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി സ്റ്റേറ്റുകളെ ഇനി റാങ്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു പുതിയ ഇൻഡെക്സ് നീതി ആയോഗ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യനും നമുക്ക് പരീക്ഷയ്ക്ക് വന്നിരിക്കും. ഓക്കെ, ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾ എഴുതാൻ നിൽക്കുകയാണ് ഈ വർഷം. സ്വാഭാവികമായിട്ട് നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. എ ഫ്രെയിംവർക്ക് ടു ബി ഡെവലപ്ഡ് ബൈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഫോർ ദി ക്രെഡിറ്റ് നീഡ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ഇപ്പോൾ കുടുംബശ്രീ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് തന്നെയാണ്, സ്വയം സഹായക സംഘം. അതുപോലെ തന്നെ റൂറൽ ഏരിയാസ് ഒക്കെ ഉള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു എന്താ പറയുക, അവർക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇനിഷ്യേറ്റീവ് ആണെന്ന് പറയുന്നത് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ആണ് വിച്ച് ഈസ് ഡെവലപ്ഡ് ബൈ ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഓക്കെ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് അല്ല, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. ഫോർ ദ ക്രെഡിറ്റ് നീഡ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് SHG അഥവാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, കുടുംബശ്രീ പോലുള്ളവ, ആൻഡ് ദ പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പണം ഉപയോഗിച്ച് അവർക്ക് പല രീതിയിലുള്ള സെൽഫ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയും. ഓക്കെ, ഇനി അല്ലെങ്കിൽ GCS എന്ന് പറയും. അത് നിങ്ങൾ നോക്കിക്കോളാം. GCSന്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ പുതിയ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇനി ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ ദ ടാക്സ് സ്ട്രക്ചർ, ന്യൂ ഇൻകം ടാക്സ് ബിൽ 2025 aims to replace, അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ
ഫിനാൻസ് മിനിസ്റ്റർ പാർലമെന്റിലെ ലോക്സഭയിൽ അവതരിപ്പിച്ച പുതിയ ബില്ലാണ് എന്തെന്ന് പറയുന്നത് ന്യൂ ഇൻകം ടാക്സ് ബിൽ. ഓക്കെ, പുതിയ ബില്ലാണ് ഇൻകം ടാക്സ് ബിൽ 2025 എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ബിൽ 2025. ഓക്കെ, അപ്പൊ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് 13th February 2025 സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻകം ടാക്സ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം നോക്കിക്കൊള്ളണം. ലൈക്ക് നമുക്ക് ടാക്സ് റിഫോംസ്, ഈ യൂണിയൻ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ടാക്സ് റിഫോംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇൻകം ടാക്സിന്റെ എക്സംഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത ഒരു കാര്യമാണ് 1961 ഇൻകം ടാക്സ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 13 February 2025 നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബില്ലാണ് ഇൻകം ടാക്സ് ബിൽ 2025. എന്തിനാണ്? ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ ദി ടാക്സ് സ്ട്രക്ചർ, അല്ലെ? കൂടുതൽ ജനങ്ങൾ ഇന്ത്യയുടെ ടാക്സ് റെജിമുമായിട്ട് എന്താ പറയാ അതിലേക്ക് കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒരു പുതിയ ഒരു സംഗതി കൂടി ഇന്ത്യസ് ടാക്സ് റിഫോമിന്റെ ഭാഗമായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ന്യൂ ഇൻകം ടാക്സ് എക്സംഷൻ ത്രെഷോൾഡ് ഫോർ ആനുവൽ ഇൻകം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി 2025 ടാക്സ് റിഫോംസ്. അതെന്ന് പറഞ്ഞാൽ ₹12 lakh ആണ്. അതായത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ ആനുവൽ ഇൻകം 12 lakh വരെയുള്ള ആനുവൽ ഇൻകം ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ടാക്സ് എക്സംഷന് അവർ എന്ത് ചെയ്യുന്നുണ്ട്? എലിജിബിൾ ആണെന്നുള്ളതാണ്. സോ ന്യൂ ഇൻകം ടാക്സ് എക്സംഷൻ ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 12 lakh ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ സാലറി ഈ പറയുന്ന രീതിയിൽ ആനുവൽ ഇൻകം, സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആനുവൽ ഇൻകം ആണ് 12 lakh ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ എക്സംഷന് എലിജിബിൾ ആണ്. സോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച ടാക്സ് റിഫോംസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യസ് റവന്യൂ കോൺട്രിബ്യൂഷൻ ആണ്. സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ് നമുക്ക് PSC ലെവൽ എക്സാംസിനൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, വളരെ ചെറുതായിരിക്കും, ബട്ട് ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാലോ. എംഫേവർ ലേണിംഗ് ആപ്പിനുള്ളിൽ തന്നെ നോട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞു പോയ സാമ്പത്തിക വർഷത്തിൽ, ഓക്കെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ റവന്യൂ അല്ലെങ്കിൽ ഇന്ത്യക്ക് അവരുടെ റവന്യൂ റേസ് ആക്കാൻ സാധിച്ചത് ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. ശ്രദ്ധിക്കണം, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസിലൂടെയാണ്. അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 24% ആണ്. 24%. അതിനുശേഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആണ്. 22% ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് GST ആൻഡ് അതർ ടാക്സസ് ആണ്, 18% ആണ്. അതിനുശേഷം വരുന്നത് കോർപ്പറേഷൻ ടാക്സ് ആണ്, 17%. കമ്പനി റിലേറ്റഡ് ടാക്സ് ആണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതെപ്പോഴും ഒരു അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇന്ത്യസ് റവന്യൂ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. ഇന്ത്യ പലയിടങ്ങളിൽ നിന്നും ബോറോ ചെയ്ത് എടുക്കുന്ന പണമാണ് ഇന്ത്യയുടെ റവന്യൂവിൽ ഏറ്റവും കൂടുതൽ. ഓക്കെ, അത് ഇന്ത്യക്ക് ഒരു അല്ലെങ്കിൽ ലയബിലിറ്റി തന്നെയാണ്. കാരണം ഈ പണമെല്ലാം തിരിച്ചു കൊടുക്കണമല്ലോ, ഇൻട്രസ്റ്റ് സഹിതം. ഓക്കെ, സോ ഇതാണ് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് 24%. And then comes income tax 22%. And then comes GST and other taxes. Majorly GST തന്നെയാണ് 18%. അടുത്തത് കോർപ്പറേഷൻ ടാക്സ് ആണ് 17%. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? നമുക്ക് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്, അല്ലെ? സ്വാഭാവികമായിട്ടും ഈ 24% എന്ന് പറയുന്നത് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നോൺ ടാക്സ് റവന്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. അതായത് ഇന്ത്യൻ റവന്യൂ കോൺട്രിബ്യൂഷനിൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 24% എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ത്യൻ റവന്യൂ കോൺട്രിബ്യൂഷനിൽ നോൺ ടാക്സ് റവന്യൂ
വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചാലും അതും ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 24% എന്ന് പറയാം. അതേസമയം ചോദ്യം മാറുകയാണ്. പലരും വളരെ ഈ ഒരു കാര്യം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കും. 24% ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ്. ക്വസ്റ്റ്യൻ നേരാവണ്ണം വായിക്കത്തില്ല. ഇനി ടാക്സ് റവന്യൂയുടെ കാര്യം എടുത്തു നോക്ക്. ഹയസ്റ്റ് പെർസെൻറ്റേജ് ടാക്സ് റവന്യൂയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉത്തരം കൊടുക്കുക? അവിടെ ബൊറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന് കൊടുക്കോ? ഇല്ല, അത് നോൺ ടാക്സ് റവന്യൂ ആണ്. ടാക്സ് റവന്യൂയുടെ കാര്യത്തിൽ ഹയസ്റ്റ് പെർസെന്റ് ഏതിനാണ്? അത് ഇൻകം ടാക്സിനാണ്. അവിടെ ഉത്തരം മാറും, ഇൻകം ടാക്സ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഹയസ്റ്റ് പെർസെൻറ്റേജ് ഇങ്ങനെ ഇന്ത്യാസ് റവന്യൂവിൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 24% നമുക്ക് കൊടുക്കാം. ഇനി അതല്ല, ടാക്സ് റവന്യൂ എന്നോ നോൺ ടാക്സ് റവന്യൂ എന്നോ ആണോ ചോദിച്ചിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. ഓക്കെ, നോൺ ടാക്സ് റവന്യൂ ആണെങ്കിലും ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 24% ആണ്. ഇനി ടാക്സ് റവന്യൂ ആണെന്നുണ്ടെങ്കിലോ ഇൻകം ടാക്സ് 22%, വിച്ച് ഈസ് അല്ല. അതിനുശേഷം വരുന്നത് GST 18%. അതിനുശേഷം വരുന്നത് ഈ പറയുന്ന കോർപ്പറേഷൻ ടാക്സ് ആണ് അല്ലെ. ശരി, ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം വരുന്ന നോൺ ടാക്സ് റവന്യൂല് ഈ പറയുന്ന ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ നമ്പർ 1 എന്ന് പറയുന്നത് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ്, നമ്പർ 2 ഇൻകം ടാക്സ്, നമ്പർ 3 GST, നമ്പർ 4 കോർപ്പറേഷൻ ടാക്സ്, നമ്പർ 5 എന്ന് പറയുന്നത് നോൺ ടാക്സ് റെസിപ്റ്റ്സ് ആണ്. അതും നോൺ ടാക്സ് റവന്യൂയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്പർ 6 എന്ന് പറയുന്നത് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ആണ്. നമ്പർ 7 എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ആണ്. നമ്പർ 8 എന്ന് പറയുന്നത് ഈ പറയുന്ന നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. അതും നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് റവന്യൂയുടെ കാര്യത്തിൽ അസെൻഡിങ് ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യത്തെ 4 എണ്ണം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നോക്കിക്കോളാം. ഇൻകം ടാക്സ്, then comes GST, then comes കോർപ്പറേഷൻ ടാക്സ്, then comes ഏതാണ്? യൂണിയൻ ടാക്സ്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതല്ല, നമ്മളിപ്പോൾ ടാക്സ് റവന്യൂ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ടാക്സിൽ ഏറ്റവും കൂടുതലാണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഉത്തരം ഇൻകം ടാക്സ് തന്നെ പറയാൻ പറ്റും. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും വീണ്ടും നമ്മൾ ചോദ്യത്തിന് ഉള്ളിലേക്ക് വീണ്ടും കടന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും പല പല ഉത്തരങ്ങൾ കിട്ടും അല്ലെ. ടാക്സ് റവന്യൂവിന് 2 എണ്ണം ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് റവന്യൂ ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് റവന്യൂ ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് റവന്യൂയുടെ കാര്യത്തിൽ ഇൻകം ടാക്സ് ആണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് വരുന്നത് GST അല്ല, GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലെ. കോർപ്പറേഷൻ ടാക്സ് ആണ് 2ാം സ്ഥാനത്ത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് റവന്യൂയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് GST, 2ാം സ്ഥാനത്ത് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, 3ാം സ്ഥാനത്ത് കസ്റ്റംസ്. ഓക്കെ ആണല്ലോ. സോ അത് വെവ്വേറെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊള്ളണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കത് തെറ്റിപ്പോകരുത്. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഷെയർ ഇൻ ഇന്ത്യാസ് റവന്യൂ എന്ന് പറയുന്നത് ബൊറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് 24%. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഷെയർ ഇൻ ഇന്ത്യാസ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നതും സെയിം ഉത്തരം തന്നെ വരും. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഷെയർ ഇൻ ഇന്ത്യാസ് ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാലും ഇൻകം ടാക്സ് 22% എന്ന് കൊടുക്കണേ. ഇനി അതല്ല, ഇൻഡയറക്റ്റ് ടാക്സ് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ GST എന്ന് കൊടുക്കുക. 18% ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ട് ഒന്നും കൂടെ പറയാണ്, ഇന്ത്യാസ് റവന്യൂ 2 തരം റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂവിൽ തന്നെ ഡയറക്റ്റ് ടാക്സ് റവന്യൂ ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് റവന്യൂ ഉണ്ട്. ഓക്കെ അല്ലേ. ദെൻ ഇന്ത്യാസ് എക്സ്പെൻഡിച്ചർ കോൺട്രിബ്യൂഷൻ ആണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെലവ് ഏത് വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ചെലവ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഷെയർ ഇൻ ഇന്ത്യാസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇവിടെയാണ്. സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് 22% ആണ്. ഓക്കെ, അതായത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പറയുന്ന എന്താണ് ടാക്സ്, അതിൽ നിന്നൊക്കെ അവര് നേടിയെടുക്കുന്ന റവന്യൂവിൽ നിന്നും സ്റ്റേറ്റിലേക്ക് പകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, ഈ ലൈക്ക് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ
അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിരിക്കുന്നത് തന്നെ സെൻട്രൽ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെക്കമെൻഡ് ചെയ്യും. എന്താണ്? ഇത്തരത്തിൽ കിട്ടുന്ന ടാക്സ് റവന്യൂവിൽ നിന്ന് എത്ര ശതമാനം സ്റ്റേറ്റിലേക്ക് നൽകണം എന്നുള്ളതാണ് അല്ലേ. അത് അവരുടെ ആ റെക്കമെൻഡേഷൻ ബേസ് ചെയ്ത് ആ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് സർക്കാരിനുണ്ടായ എക്സ്പെൻഡിച്ചറിൽ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സർക്കാരിനുണ്ടായ എക്സ്പെൻഡിച്ചറിൽ 22% എന്തെന്ന് പറയുന്നിരിക്കുന്നത് സ്റ്റേറ്റ്സിന്റെ ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ GST ഒക്കെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ്, ഈ ഒരു ചാർട്ടെല്ലാം നിങ്ങൾ നോക്കിക്കോളുക. ലൈക്ക് സെൻട്രൽ സെക്ടർ സ്കീംസ്, ഓക്കെ, സെൻട്രൽ സ്പോൺസേർഡ് സ്കീംസ് ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് 16% ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ ലഭിക്കുന്നത് ബൊറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസാണ്. സോ അതിനൊക്കെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, അതായത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് 22% ആണെങ്കിൽ അതിനുശേഷം വരുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ് 20%. ഓക്കെ, അതിനുശേഷം വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ് 16% എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹയസ്റ്റ് പേഴ്സൺ ഷെയർ ഇൻ ഇന്ത്യാസ് എക്സ്പെൻഡിച്ചർ, വേരിയസ് സെക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കി. പറയുന്ന പെൻഷൻസ്, സെൻട്രൽ സെക്ടർ സ്കീംസ്, ശ്രദ്ധിക്കണം, ഇത് സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ് കേട്ടോ. ഓക്കെ, സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്, സെൻട്രലി സ്പോൺസേർഡ് സ്കീം അല്ല. സെൻട്രലി സ്പോൺസേർഡ് സ്കീമിന് 8% ആണ് വരുന്നത്. സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ് 16% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെവ്വേറെ വിഭാഗത്തിന് വേണ്ടിയിട്ട് ചെലവായതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെക്ടേഴ്സ് ആയിട്ട് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഓരോ മിനിസ്ട്രി ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഓരോ സെക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ മിനിസ്ട്രി ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ നടന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചെലവ് നടന്നിരിക്കുന്നത് ഡിഫൻസിലാണ്. ആൻഡ് ദെൻ കംസ് റൂറൽ ഡെവലപ്മെന്റ്, അതിനുശേഷം ഹോം അഫയേഴ്സ്, അതിനുശേഷമാണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ മിനിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേരിയസ് സെക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയറിൽ, ഓക്കെ, അതായത് 2024-25 ആ ഒരു സാമ്പത്തിക വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിഫൻസിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ സംഭവിച്ചിരിക്കുന്നത്. ഫോളോഡ് ബൈ റൂറൽ ഡെവലപ്മെന്റ്, ഫോളോഡ് ബൈ ഹോം അഫയേഴ്സ്, അതിനുശേഷമാണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി മിനിസ്ട്രി വൈസ് ഫണ്ട് അലോക്കേഷൻ, അതായത് ഈ വരാനിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷം തന്നെയാണ് 2025-26. ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷം അഥവാ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട്, വേരിയസ് മിനിസ്ട്രീസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫണ്ട് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഡിഫൻസിനായിരുന്നു. അതിനുശേഷം എന്ന് പറയുന്നത് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെന്റ്, അതിനുശേഷം ഹോം അഫയേഴ്സ് ആയിരുന്നു. നാലാമത് വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ ഇവിടെ രണ്ടാമത് വരുന്നത് റൂറൽ ഡെവലപ്മെന്റ് അല്ല, റോഡ് ട്രാൻസ്പോർട്ട്. ആദ്യം എപ്പോഴും ഡിഫൻസ് തന്നെയാണ്. ഓക്കെ, രണ്ടാമത് വരുന്നത് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ്. മൂന്നാമത് വരുന്നത് റെയിൽവേസ് ആണ്. നാലാമത് ഹോം അഫയേഴ്സ് വന്നിരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, ഇന്ത്യസ് എക്സ്പെൻഡിച്ചർ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇന്ത്യസ് എക്സ്പെൻഡിച്ചർ കോൺട്രിബ്യൂഷൻ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ 22% സ്റ്റേറ്റ് ഷെയറിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 20% ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ്. ഇനി വേരിയസ് സെക്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് മിനിസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് നടന്നിരിക്കുന്നത് ഡിഫൻസ്, രണ്ടാമത് റൂറൽ ഡെവലപ്മെന്റ്, മൂന്നാമത് ഹോം അഫയേഴ്സ്, നാലാമത് അഗ്രികൾച്ചർ. ഇനി ഫണ്ട് അലോക്കേഷൻ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 2025-26 ഏറ്റവും കൂടുതൽ വിഹിതം മാറ്റി വെച്ചിരിക്കുന്നത് ഡിഫൻസിന് തന്നെയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് തന്നെയാണ്.
ഹൈവേ ഇതൊക്കെ. തേർഡ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേസും 4 എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമാണ്. ഇവരുടെ ആ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചാർട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എസ്റ്റിമേറ്റഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഓക്കെ, നമ്മൾ നോക്കിക്കോളാം, നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്നുണ്ട് എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നും റവന്യൂ ഡെഫിസിറ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഈ റവന്യൂ എക്സ്പെൻഡിച്ചറൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, സോ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫോർ എക്സ്പെക്റ്റഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് 2025-26 എന്ന് പറയുന്നത് GDP 4.4% ആണെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് GDP 1.5% ആണ് കേട്ടോ. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് GDP 1.5% ആണ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പബ്ലിക് റവന്യൂ അതുപോലുള്ള ക്ലാസ്സുകളിൽ പബ്ലിക് റവന്യൂ ആൻഡ് ബഡ്ജറ്റിങ്ങിലൊക്കെ പഠിക്കുന്നുണ്ട്, പഠിച്ചതാണ്. നിങ്ങൾക്ക് അതിന് ക്ലാസ് നമ്മുടെ ആപ്പിനുള്ളിൽ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 4.4% ഓഫ് GDP-യും റവന്യൂ ഡെഫിസിറ്റ് 1.5% ഓഫ് GDP-യുമാണ്. ഓക്കെ, സോ താങ്ക് യു. അടുത്തൊരു സെക്ഷനിൽ വീണ്ടും കാണാം.